ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഉഴുത് ഉണ്ണുന്നവനെ തൊഴുത് ഉണ്ണണം എന്നാണ് പഴഞ്ചൊല്ല്. സമൂഹത്തിൽ കർഷകർക്കുണ്ടായിരുന്ന ആ വലിയ പ്രാധാന്യവും അവർക്ക് കൊടുത്തിരുന്ന ബഹുമാനവും ആദരവുമൊക്കെ ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നു. ഉഴുത് ഉണ്ണുന്നവൻ എന്ന് പറഞ്ഞാൽ കാർഷിക യന്ത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് കർഷകൻ അവൻ്റെ കാളകളെ പൂട്ടി അവരുടെ ചുമലിൽ നുകം വെച്ചുകൊടുത്ത് അതുകൊണ്ട് നിലം ഉഴുത് അത് പാകമാക്കി അവിടെ നെൽവിത്തുകൾ വിതച്ച് അത് മുളച്ചു പൊട്ടി വളർന്ന് അതിൽ നെൽക്കതിരുകളുണ്ടായി. അത് വിളഞ്ഞ് പാകമാകുമ്പോൾ കൊയ്തെടുത്ത് അത് കുത്തിയെടുത്ത് അരിയാക്കി ആ അരി ഭക്ഷിക്കുന്ന ആളെ നമ്മൾ നമസ്കരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ആളെ, ഈ കർഷകനെ നമസ്കരിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഭക്ഷണം തന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട്. വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ മനുഷ്യരെയും നമ്മൾ അനുസ്മരിക്കുക, അവർക്കെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ്. കാരണം നമ്മൾ രാവിലെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് ഇനി അരിപ്പൊടി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തന്നെ ആ അരിപ്പൊടി ഉണ്ടാക്കാൻ അതിൻ്റെ പുറകിൽ എത്ര പേരുടെ അധ്വാനമുണ്ടായിരിക്കും. ഏറ്റവും ആദ്യം നെല്ല് വിതച്ച കർഷകൻ, ഇനി ആ നെല്ലിന് വളം ചെയ്തയാൾ, അതിനുശേഷം ആ നെല്ലിലെ കളകൾ പറിച്ചു കളഞ്ഞ ആള്, പിന്നീട് ആ നെല്ല് കൊയ്തെടുത്ത തൊഴിലാളികൾ, അത് മെതിച്ചെടുത്ത തൊഴിലാളികൾ, ഇനി അത് കുത്തിയെടുത്ത ആളുകൾ, അത് കുത്തി അരിയാക്കിയവർ, ഇനി ആ അരി പാചകം ചെയ്തവർ. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭക്ഷണത്തിൻ്റെ പിറകിൽ, അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും എത്ര പേരാണ് ഉള്ളത് എന്നു, എത്ര പേരുടെ അധ്വാനമാണ് ഉള്ളതെന്ന്. ആ ഒരു ധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പൊടി നമ്മൾ പണം കൊടുത്താണ് വാങ്ങുന്നത്, ശരിയാണ്. പക്ഷെ പണം കൊടുത്താലും ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ, അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ ആരും നെല്ല് വിതയ്ക്കുന്നില്ലെങ്കിൽ, ഇവിടെ ആരും അതിന് വളം ചെയ്യുന്നില്ലെങ്കിൽ, ആരും അതിൻ്റെ കള പറിക്കുന്നില്ലെങ്കിൽ, ആരും അത് കൊയ്യുന്നില്ലെങ്കിൽ, ആരും തന്നെ അത് മെതിക്കുന്നില്ലെങ്കിൽ, അത് കുത്തി അരിയാക്കുന്നില്ലെങ്കിൽ, പണം കൊടുത്താലും അരി എവിടെ നിന്ന് കിട്ടുമായിരുന്നു? ഇനി അന്യ സംസ്ഥാനത്ത് നിന്നാണ് അരി കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെയും ഈ പറയുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയാൽ മാത്രമല്ലേ അരി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, അതിൻ്റെ പുറകിൽ എത്രയോ പേരുടെ അധ്വാനമുണ്ടാകും. നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, അതിൻ്റെ പിറകിൽ എത്രയോ പേരുടെ അധ്വാനമുണ്ടാകും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, അവരുടെ കരുതലുണ്ട്, അവരുടെ സ്നേഹമുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് വളരെ പൂജ്യമായി കിട്ടിയ, അല്ലെങ്കിൽ വളരെ
വിശുദ്ധമായിട്ട് കിട്ടിയ ഒരു അമൃത ആണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വരദാനമാണ്. ഒരുപാട് പേര് ഒരുമിച്ച് നമുക്ക് നൽകുന്ന ഒരു വരദാനം. അതുകൊണ്ട് നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും, അത് ഒരു ചായയായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ലഞ്ചായാലും സപ്പറായാലും, അപ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും പിറകിലുള്ള ആളുകളെ നമുക്ക് വളരെ നന്ദിയോടെ ഓർക്കാം. അവരിൽ നിന്ന് നമുക്ക് വരദാനമായി കിട്ടിയ ആ ഭക്ഷണത്തെ നമുക്ക് നന്ദിയോടെ സ്വീകരിക്കാം. ആ അമൃത് തന്ന ആളുകളെ ദേവതുല്യരായി, ഈശ്വര തുല്യരായി നമുക്ക് കരുതാം. അവരെ ഈശ്വര തുല്യരായി നമുക്ക് പൂജിക്കാം. കർഷകരോടും കാർഷിക വൃത്തിയോടും ഒരു പുതിയ സമീപനം, ഒരു ബഹുമാനമുളവാക്കുന്ന, ആദരവുളവാക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.